കഴിഞ്ഞ ജൂലൈ 30-നാണ് വയനാട് ജില്ലയിലെ മേപ്പാടി പഞ്ചായത്തിൽ സമാനതകളില്ലാത്തൊരു വലിയ ദുരന്തം സംഭവിച്ചത്. വൻതോതിലുള്ള മലയിടിച്ചിൽ, ഒരു 4 ഗ്രാമങ്ങളെ ഭൂമുഖത്തുനിന്ന് ഇല്ലാതാക്കിക്കൊണ്ടുള്ള ഒരു വലിയ മലയിടിച്ചിൽ. 400-ലേറെ പേർ മരിച്ചുവെന്നാണ് കണക്കാക്കപ്പെടുന്നത്. 150-ലേറെ പേരെ കാണാതായി. അതുപോലെ തന്നെ ഉറ്റവരും ഉടയവരും നഷ്ടപ്പെട്ട് അനാഥരായി പോയ ധാരാളം ആളുകൾ, 1500-ലേറെ വീടുകൾ പൂർണ്ണമായിട്ട് തകർന്നുവെന്ന് കണക്കാക്കപ്പെട്ടിട്ടുണ്ട്. അതുപോലെ തന്നെ നൂറുകണക്കിന് ആളുകളുടെ ജീവനോപാധി, അവരുടെ തൊഴിലിൻ്റെ സാഹചര്യങ്ങളൊക്കെ നഷ്ടപ്പെട്ടു. അതുപോലെ തന്നെ റോഡുകൾ, പാലങ്ങൾ, കെട്ടിടങ്ങൾ, കൃഷിയിടങ്ങൾ, ഇവയ്ക്കൊക്കെ ഉണ്ടായ നാശം. അതാണ് നമ്മൾ സമാനതകളില്ലാത്തൊരു ദുരന്തം എന്ന് പറഞ്ഞത്. കേരളം വിറങ്ങലിച്ച് കണ്ണുനീരോടെ നിന്ന ദിവസങ്ങളായിരുന്നു അതൊക്കെ. എങ്കിലും നമ്മൾ അവരെ, ആ ദുരന്തത്തിൽപ്പെട്ടവരെ നമ്മുടെ മാറോട് ചേർത്ത് പിടിച്ചു. പരമാവധി അവരെ ആശ്വസിപ്പിക്കാൻ നമ്മൾ ശ്രമിച്ചു. അവരിപ്പോൾ ആ ദുരന്തത്തിൻ്റെ ഓർമ്മകളിൽ നിന്ന് മെല്ലെ കരകയറി വരികയാണ്. മെല്ലെ എന്ന് മാത്രമേ പറയാൻ പറ്റത്തുള്ളൂ കേട്ടോ. അവരുടെ മനസ്സിൽ നിന്ന് ആ സ്മരണകൾ ഇല്ലാതാവണമെങ്കിൽ, അവരുടെ നഷ്ടബോധത്തിന് കുറവുണ്ടാകണമെങ്കിൽ വർഷങ്ങൾ ധാരാളമെടുക്കും. അവരൊന്ന് മനസ്സുകൊണ്ട് ഒന്ന് പാകപ്പെട്ട് വരികയാണ്. അപ്പോഴാണ് നമ്മുടെ സംസ്ഥാന സർക്കാരും കേന്ദ്ര ഗവൺമെൻറ്റും അവരെ കൂടുതൽ ദുരിതത്തിലേക്ക്, ദുരന്തങ്ങളിലേക്ക്, സങ്കടങ്ങളിലേക്ക്, ഒരു തരത്തിൽ പറഞ്ഞാൽ അപമാനത്തിലേക്ക് തള്ളിവിടുന്നത്. ഇത് പറയാൻ കാരണം, ഈ വയനാട് ദുരന്തവുമായി ബന്ധപ്പെട്ട പുനരധിവാസം അല്ലെങ്കിൽ പുനർനിർമ്മാണം, അതിൻ്റെ കുറേ കണക്കുകൾ ഇന്നലെ പുറത്തു വന്നു. അത് നമ്മുടെ സംസ്ഥാന സർക്കാർ തയ്യാറാക്കി കേന്ദ്രത്തിൻ്റെ സഹായത്തിന് വേണ്ടി സമർപ്പിച്ചതാണ്. പക്ഷേ ആ കണക്കുകൾ പുറത്തു വന്നപ്പോൾ അതുകൂടെ അമ്പരപ്പിക്കുന്നതായിരുന്നു, അല്ലെങ്കിൽ നമ്മളെ വല്ലാതെ അത്ഭുതപ്പെടുത്തുന്നതായിരുന്നു. ഈ ദുരിതാശ്വാസവുമായി ബന്ധപ്പെട്ട് നടത്തിയ ചില ചെലവുകളുടെ 5-10 ഇരട്ടിയാക്കി പെരുപ്പിച്ച സംഖ്യയാണ് ആ കണക്കിൽ ചേർത്തിരുന്നത് എന്ന് അത് വായിച്ചാൽ പെട്ടെന്ന് മനസ്സിലാകുന്ന കാര്യമാണ്. അത് ഈ പാവപ്പെട്ട ദുരന്തത്തിൽപ്പെട്ട ആളുകളുടെ പേരിൽ കേന്ദ്രത്തിൽ നിന്ന് കൂടുതൽ പണം വസൂലാക്കുന്നതിന് വേണ്ടി സർക്കാർ ചെയ്ത ഒരു കാര്യമായിട്ടാണ് അത് വലിയ തോതിൽ വ്യാഖ്യാനിക്കപ്പെട്ടത്. എന്താണെങ്കിലും കണക്കുകൾ ഒറ്റ നോട്ടത്തിൽ സംശയാസ്പദമാണ്. ഇത് ഇന്നലെ ചാനലുകളും മറ്റു മാധ്യമങ്ങളും ഒക്കെ ചർച്ചാ വിഷയമാക്കി. സ്വാഭാവികമാണല്ലോ, അതിന് മാധ്യമങ്ങളെ കുറ്റപ്പെടുത്തിയിട്ട് യാതൊരു കാര്യവുമില്ല. കേരളത്തിൽ ഇടതുപക്ഷത്തിൻ്റെ ഏറ്റവും വലിയ ശത്രു മാധ്യമങ്ങളാണെന്ന് MP രാജേഷ് ഫാൻസ് വ്യാഖ്യാനിച്ചിട്ട് വലിയ കാര്യമൊന്നുമില്ല. ഇത് മാധ്യമങ്ങളുടെ ജോലി, അവരത് ചെയ്യും. അവർ ഈ കണക്കും ചർച്ച ചെയ്തു. അപ്പോൾ ഇത് ശരിയല്ല എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ മുഖ്യമന്ത്രി രംഗത്ത് വന്നു. നമ്മുടെ മുഖ്യമന്ത്രി ഇപ്പോൾ എന്തെങ്കിലും പറയുന്നത്, അഭിപ്രായപ്പെടുന്നതൊക്കെ വലിയ വാർത്തയാണ്. കാരണം CPM-ലെ തന്നെ ഒരു MLA അദ്ദേഹത്തിൻ്റെ സർക്കാരിനെതിരെ, അദ്ദേഹം ഭരിക്കുന്ന പോലീസ് വകുപ്പിനെതിരെ വളരെ കടുത്ത വിമർശനങ്ങൾ അല്ലെങ്കിൽ ആക്ഷേപശരങ്ങൾ ഉന്നയിച്ചിട്ട് പോലും ഇതുവരെയായിട്ട് മിണ്ടാതിരിക്കുന്ന മുഖ്യമന്ത്രിയാണ്. അദ്ദേഹത്തിന് ഏറ്റവും പ്രിയപ്പെട്ട ഒരു ADGP 2 RSS നേതാക്കളെ രഹസ്യമായി കണ്ടു. ആ വാർത്ത പുറത്തു വന്നു. അപ്പോഴും അദ്ദേഹം മിണ്ടിയിട്ടില്ല. പക്ഷേ ഈ കണക്കിനെക്കുറിച്ച് ചില സംശയങ്ങൾ മാധ്യമങ്ങൾ മുന്നോട്ട് വെച്ചപ്പോൾ അദ്ദേഹം വിശദീകരണവുമായി വന്നു. അദ്ദേഹം പറയുന്നത് ഇതാണ്: ഈ കണക്കുകളെ ഇങ്ങനെ വ്യാഖ്യാനിക്കുന്നത് ശരിയല്ല. ഇത് എസ്റ്റിമേറ്റ്സ് ആണ്. അതായത് നമ്മൾ നടത്താൻ പോകുന്ന പുനർനിർമ്മാണ പ്രവർത്തനങ്ങളുടെ, അതിന് നമ്മൾ കണക്കാക്കുന്ന ചെലവാണിത്. അല്ലാതെ ഇത് ചെലവാക്കിയ തുകയല്ല. അങ്ങനെ അതിനെ വ്യാഖ്യാനിക്കുന്നത് ശരിയല്ല. ഇതൊരു പരിധിവരെ ഏതാണ്ട് പകുതി ശരിയാണ്. പുനരധിവാസത്തിനും പുനർനിർമ്മാണത്തിനും വേണ്ടി ഈ നിവേദനത്തിൽ
കണക്കാക്കിയിരിക്കുന്ന തുക എസ്റ്റിമേറ്റാണ്, വരാനിരിക്കുന്ന ചെലവിനെക്കുറിച്ചുള്ള ഒരു കണക്കാണ്, നമ്മൾ പ്രതീക്ഷിക്കുന്ന ചെലവാണ്. പക്ഷേ ഇതിന് മറ്റൊരു വശമുണ്ട്. ഇതിനകം വയനാട്ടിൽ നടന്നു കഴിഞ്ഞ ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾ, അതായത് നഷ്ടപ്പെട്ട ആളുകളെ കണ്ടെത്താനുള്ള ശ്രമങ്ങൾ, മരിച്ചുപോയവരുടെ മൃതശരീരങ്ങൾ കണ്ടെത്തുന്നു, അതുപോലെ തന്നെ അവിടെ കുടുങ്ങിപ്പോയ ആളുകൾക്ക് വേണ്ട ഭക്ഷണം, കുടിവെള്ളം, അല്ലെങ്കിൽ അവരെ തൽക്കാലത്തേക്ക് പുനരധിവസിപ്പിക്കാനുള്ള നടപടികൾ, ഇതൊക്കെ വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ്. അല്ലെങ്കിൽ അവിടെ താൽക്കാലിക റോഡുകൾ, പാലങ്ങൾ പണിയുന്നു. ഇതൊക്കെ ചെലവഴിച്ച കാര്യങ്ങളാണ്. ഇത് എസ്റ്റിമേറ്റ് അല്ല. ആ കണക്കുകളുടെ കാര്യത്തിലാണ് വലിയ സംശയം ഉണ്ടായിരിക്കുന്നത്. 5-10 ഇരട്ടി ഊതിപ്പെരിപ്പിച്ചതാണ് എന്ന സംശയം തോന്നാൻ കാരണമായിരിക്കുന്നത് ചെലവഴിച്ച ഇനങ്ങളുടെ കാര്യത്തിലാണ്. മുഖ്യമന്ത്രി പറഞ്ഞ എസ്റ്റിമേറ്റ് വേറെയാണ്, അത് ഒരു ഭാഗം. ഇത് ചെലവഴിച്ച തുകകളാണ്. ഒരു ഉദാഹരണം പറയാം. അവിടെ 359 മൃതശരീരങ്ങൾ സംസ്കരിച്ചു എന്നാണ് ഔദ്യോഗികമായ കണക്ക്. അതിന് ചെലവായ തുക ഈ നിവേദനത്തിൽ പറഞ്ഞിരിക്കുന്നത് 2.77 കോടി രൂപയാണ്. അതായത് ഒരു മൃതദേഹം സംസ്കരിക്കുന്നതിന് 77,158 രൂപ ചെലവായി. ഇതിവിടുത്തെ കണക്കാണ്. ഒരു മൃതദേഹ സംസ്കരണത്തിന് അത്രയും തുക വരുമോ? പലയിടത്തും നമുക്കറിയാം, ഒരു സ്ഥലത്ത് നിരവധി കുഴികളെടുത്ത് അവിടെ അടക്കം ചെയ്യുകയാണ് ചെയ്തത്. അതുപോലെ തന്നെ ബന്ധുക്കളായ ആളുകൾ അവർ തിരിച്ചറിഞ്ഞ മൃതശരീരങ്ങൾ അവർ കൊണ്ടുപോയി സംസ്കരിച്ചിട്ടുണ്ട്. അതുപോലെ മറ്റ് ശ്മശാനങ്ങളിൽ സംസ്കരിച്ചിട്ടുണ്ട്. അപ്പോൾ എങ്ങനെയാണ് ഒരു മൃതദേഹം സംസ്കരിക്കുന്നതിന് 77,000 രൂപ വരുന്നത്? ഇതൊരു ഉദാഹരണമാണ്. മേപ്പാടിയിലെ മാരിയമ്മൻ കോവിലിന് ഒരു ശ്മശാനമുണ്ട്. അവിടെ 64 പേരെ അവരുടെ അന്ത്യകർമ്മങ്ങൾ നടത്തി. അവിടെ ആ മൃതശരീരങ്ങൾ കൊണ്ടുവരുന്നതിന് ആംബുലൻസിൻ്റെ ചിലവുണ്ടായതൊഴിച്ചാൽ അല്ലാതെ ഈ ശവസംസ്കാര ചടങ്ങുകൾക്ക് ഒരു നയാ പൈസ പോലും ചിലവുണ്ടായിട്ടില്ലെന്ന് വയനാട് ജില്ലാ പ്രമുഖ് KG സതീശൻ പറയുന്നു. അതുപോലെയാണ് ഈ മൃതശരീരങ്ങളുടെ DNA സാമ്പിളിങ്. 359 മൃതശരീരങ്ങളാണല്ലോ സംസ്കരിച്ചത്. അപ്പം ഇതിൻ്റെ എല്ലാം DNA സാമ്പിളിങ് എടുത്തിട്ടുണ്ടെന്ന് കണക്കാക്കുക. അതിന് കൊടുത്തിരിക്കുന്ന തുക അല്ലെങ്കിൽ ചെലവായ തുക ഈ കണക്കിൽ കാണിച്ചിരിക്കുന്നത് 3 കോടി രൂപയാണ് മൊത്തം. അതായത് ഒരു മൃതശരീരത്തിന് 83,565 രൂപ. ഇതെങ്ങനെയാണ് പൊരുത്തപ്പെടുന്നത്? ഒരു മൃതശരീരത്തിൻ്റെ DNA സാമ്പിളിങ്ങിന് ഇത്രയും തുക വരുമോ? എനിക്കറിഞ്ഞുകൂടാ, ഞാനതിലൊരു വിദഗ്ധനല്ല. ഇതാലോചിക്കേണ്ട ഒരു കാര്യമാണ്. സർക്കാർ കണക്കാക്കിയ ചില തുകകൾ നമുക്കൊന്ന് പരിശോധിക്കാം. അതായത് തിരച്ചിലിനും രക്ഷാപ്രവർത്തനത്തിനും 5000-ലേറെ പേരും 150 യന്ത്രങ്ങളും വേണ്ടി വന്നു. രക്ഷാപ്രവർത്തകരെയും സൈന്യത്തെയും എത്തിച്ചതിന് 4 കോടി രൂപ. ഭക്ഷണം, വെള്ളം 10 കോടി. താമസം 15 കോടി. ആൾക്കാരെ മാറ്റാനായി വാഹനങ്ങൾക്ക് 12 കോടി. ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. അതായത് ഇവിടെ 5000-ലേറെ പേര് രക്ഷാപ്രവർത്തനത്തിൽ ഏർപ്പെട്ടു എന്ന് പറയുന്നുണ്ട്. അതിലൊരു നല്ല ശതമാനം സന്നദ്ധ സംഘങ്ങളിൽപ്പെട്ടവരാ, സ്വമേധയാ വന്നവരാ. അല്ലാതെ സർക്കാർ കൊണ്ടുവന്ന പട്ടാളക്കാരോ അല്ലെങ്കിൽ പോലീസുകാരോ ദുരന്ത നിവാരണ സേനയിൽപ്പെട്ടവരോ അല്ല. സ്വമേധയാ വന്ന ആളുകളാണ്. അവരുടെ യാത്രക്കൂലി അവർ തന്നെയാണ് വഹിച്ചത്. അവരിവിടെ വന്ന് റിലീഫ് ക്യാമ്പുകളിൽ ഭക്ഷണം കൊടുത്തു. അത് അവരുടെ പോക്കറ്റിലെ പണം ഉപയോഗിച്ച് ചെയ്തതാണ്. കുടിവെള്ളം വിതരണം ചെയ്തു. അവരുടെ താമസമൊന്നും സർക്കാരല്ല കൊടുത്തത്, അവർ തന്നെ സ്വയം വഹിക്കുകയായിരുന്നു. പിന്നെ എങ്ങനെയാണ് ഈ കണക്കുകൾ പൊരുത്തപ്പെടുന്നത്? ആൾക്കാരെ മാറ്റാനായി വാഹനങ്ങൾക്ക് 12 കോടി രൂപ നൽകിയെന്ന് പറയുന്നുണ്ട്. അതുപോലെ ഡ്രോൺ, റഡാർ, ഐബോർഡ് തുടങ്ങിയവയ്ക്ക് 3 കോടി രൂപ. JCB, ഹിറ്റാച്ചി ക്രെയിൻ തുടങ്ങിയവയ്ക്ക് 15 കോടി രൂപ. ഈ കണക്കുകൾ എത്രത്തോളം ശരിയാണ് എന്നുള്ളത് പരിശോധിക്കപ്പെടേണ്ടതാണ്. ഇത് ഞാനൊരു തർക്ക വിഷയമാക്കുന്നുമില്ല. കാരണം എത്ര യന്ത്ര സാമഗ്രികൾ ഉപയോഗിച്ചു, അത് എത്ര ദിവസം ഉപയോഗിച്ചു എന്ന് നമുക്ക് അറിഞ്ഞുകൂടാം. ഏതാണ്ട് ആദ്യത്തെ 10 ദിവസമാണ്
കാര്യമായ തോതിലുള്ള ദുരിതാശ്വാസ പ്രവർത്തനം നടന്നതെന്നുള്ളത് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. ഇനി റിലീഫ് ക്യാമ്പിൽ ഭക്ഷണത്തിന് 7 കോടി രൂപ, വസ്ത്രത്തിന് 11 കോടി രൂപ, ചികിത്സയ്ക്ക് 8 കോടി രൂപ, ജനറേറ്ററിന് 7 കോടി രൂപ. ഈ റിലീഫ് ക്യാമ്പിൽ സർക്കാർ ഭക്ഷണം കൊടുത്തിട്ടുണ്ട്. അതേസമയം സ്വകാര്യ സന്നദ്ധ സംഘങ്ങൾ ഭക്ഷണം കൊടുത്തിട്ടുണ്ട്. വസ്ത്രത്തിനൊരു 11 കോടി രൂപ പറയുന്നുണ്ട്. സംസ്ഥാനത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് പല പല സംഘടനകൾ അവിടേക്ക് വസ്ത്രങ്ങളും നിത്യോപയോഗ സാധനങ്ങളും കമ്പിളി പുതപ്പുകളും ഒക്കെ എത്തിച്ചിട്ടുണ്ട്. അതൊന്നും ഈ കണക്കിൽ വരുന്നില്ല. അതുപോലെ 8 കോടി രൂപയുടെ ചികിത്സ. അവിടെ പകർച്ചവ്യാധിയൊന്നും ഉണ്ടായില്ലല്ലോ. പകർച്ചവ്യാധി ഉണ്ടാവാതിരിക്കാനുള്ള ചില മുൻകരുതലുകൾ, പിന്നെ ഇതുമായി ബന്ധപ്പെട്ട ചില്ലറ ചികിത്സകൾ. 8 കോടി രൂപയുടെയൊക്കെ ചികിത്സ നടന്നിട്ടുണ്ടാവുമോ? ആലോചിക്കേണ്ട കാര്യമാണ്. അതുപോലെ രക്ഷാപ്രവർത്തകരെ എത്തിക്കാനും മൃതദേഹങ്ങൾ എയർലിഫ്റ്റ് ചെയ്യാനും VIP-കൾക്കും മറ്റുമായി ഇന്ത്യൻ എയർഫോഴ്സിൻ്റെ വിമാനങ്ങൾ ഉപയോഗിച്ചതിന് 17 കോടി രൂപ. അത്രയും ചിലവായിട്ടുണ്ടാവും. വെറുതെ ഒരു കണക്ക് പറയില്ലല്ലോ. ഇത് കേന്ദ്രത്തിനും കൂടി അറിയാവുന്ന കണക്കാണ്. അപ്പോൾ നമുക്ക് അറിയേണ്ട ഒരു കാര്യമുണ്ട്. ഈ പട്ടാളക്കാരെ കൊണ്ടുവന്നതൊക്കെ നമ്മുടെ സംസ്ഥാന സർക്കാരിൻ്റെ ചെലവിലാണോ? VIP-കൾ വന്നത്, അതിന് പണം കൊടുത്തത് നമ്മുടെ ഗവൺമെൻറ്റാണോ? ഇതറിയേണ്ടതുണ്ട്. കാരണം വയനാട്ടിൽ വന്ന പ്രധാനമന്ത്രി പറഞ്ഞത് അപകടമുണ്ടായി ഉടനെ തന്നെ കേന്ദ്രത്തിൻ്റെ എല്ലാ ഏജൻസികളെയും വിന്യസിച്ചു എന്നാണ്. അതൊക്കെ നമ്മൾ പണം കൊടുത്തിട്ടാണോ എന്ന് അറിയാൻ കേരളത്തിലെ ജനങ്ങൾക്ക് അവകാശമുണ്ട്. അത് സംസ്ഥാന സർക്കാർ വിശദീകരിക്കണം. ഇത് ചെലവായ തുകയാണ്, അല്ലാതെ പിണറായി വിജയൻ പറയുന്ന എസ്റ്റിമേറ്റ് അല്ല. അവിടെയാണ് ഞാൻ നേരത്തെ പറഞ്ഞ തോതിലുള്ള സംശയങ്ങളുണ്ടാകുന്നത്. നമ്മുടെ സഹോദരന്മാരാണ് ഒരു വലിയ ദുരന്തത്തിൽപ്പെട്ടത്. അവരെ വെച്ചുകൊണ്ടുള്ള ഒരു കച്ചവടത്തിന് സർക്കാർ ഇറങ്ങരുത്. അവരുടെ പേരിൽ അവർക്ക് ചെലവഴിച്ച തുകയുടെ കണക്കെഴുതുമ്പോൾ ഏതെങ്കിലും തരത്തിലുള്ള പെരുപ്പിക്കലുകൾ നടന്നിട്ടുണ്ടെങ്കിൽ, ഞാൻ അടിവരയിട്ട് പറയുകയാണ്, നടന്നിട്ടുണ്ടെങ്കിൽ കണക്കുകൾ പരിശോധിക്കുമ്പോൾ അങ്ങനെ വിശ്വസിക്കാനാണ് നമ്മൾ നിർബന്ധിതരാകുന്നത്. എങ്കിലത് ശരിയല്ല. അത് അവരോട് ചെയ്ത, മരിച്ചുപോയവരോട്, ആ ദുരന്തത്തെ അതിജീവിച്ചവരോട് ചെയ്യുന്ന വലിയ അനീതിയായിരിക്കും. ഇപ്പോൾ ഇവിടെ 1500ഓളം വീടുകൾ നഷ്ടപ്പെട്ടിട്ടുണ്ട്. അത് പുനർനിർമ്മാണത്തിന് വലിയ തുക വേണ്ടിവരും എന്ന് പറയുന്നുണ്ട്. സർക്കാർ അതിനെ ചില സ്കീമുകൾ തയ്യാറാക്കുന്നുണ്ട്. 2 ഗ്രാമങ്ങൾ തന്നെ ഉണ്ടാക്കുമെന്നാണ് പറയുന്നത്. നല്ല കാര്യമാണ്, നല്ലൊരു ആശയമാണ്. പക്ഷേ ഇവിടെ ഈ ചെലവ് അല്ലെങ്കിൽ എസ്റ്റിമേറ്റ് കൊടുക്കുമ്പോൾ ഒരു 1200 വീടുകൾക്കുള്ള ഓഫറുകൾ, വാഗ്ദാനങ്ങൾ സംസ്ഥാന സർക്കാരിന് ലഭിച്ചിട്ടുണ്ട്. അത് പറഞ്ഞത് കേരളത്തിലെ റവന്യൂ മന്ത്രിയായ ശ്രീ രാജൻ തന്നെയാണ്, കെ രാജൻ തന്നെയാണ്. അദ്ദേഹമാണ് പറഞ്ഞത്. ചിലതൊക്കെ ഓർമ്മയിൽ നിന്ന് പറയുകയാണെങ്കിൽ രാഹുൽ ഗാന്ധി ഒരു 100 വീട് പറഞ്ഞിട്ടുണ്ട്, മുസ്ലിം ലീഗ് 100 വീട്, മാർക്കസ് സിറ്റി 100 വീട്, കർണാടക ഗവൺമെൻറ് 100, ഓർത്തഡോക്സ് സഭ 50 വീട്, VD സതീശൻ 25 വീട്. അതൊരു പക്ഷേ രാഹുൽ ഗാന്ധി പറഞ്ഞ 100 വീടുകൾ കൂടാതെ KPCC കൊടുക്കാൻ ഉദ്ദേശിക്കുന്ന, അല്ലെങ്കിൽ കോൺഗ്രസ് പാർട്ടി കൊടുക്കാൻ ഉദ്ദേശിക്കുന്ന 25 വീടുകളാവാം. അതുപോലെ തന്നെ നാഷണൽ സർവീസ് സ്കീം 150 വീടുകൾ. എല്ലാം ഓർമ്മയിൽ വരുന്നില്ല. ഏതാണ്ട് 1200 വീടുകളുടെ ഓഫറുണ്ട്. നമ്മൾ 2 ഗ്രാമങ്ങൾ സൃഷ്ടിക്കാൻ ഉദ്ദേശിക്കുമ്പോൾ ഈ 1200 വീടുകളുടെ ഓഫർ നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ, കണക്കിലെടുത്തിട്ടുണ്ടോ? അത് കോർഡിനേറ്റ് ചെയ്യാനുള്ള വാഗ്ദാനം നൽകിയവരുടെ ഇടയിൽ അതിൻ്റെ ഒരു ഏകോപനത്തിന് എന്തെങ്കിലും നടപടികൾ എടുത്തിട്ടുണ്ടോ? അതൊക്കെ ജനങ്ങൾക്കറിയാൻ താല്പര്യം ഉണ്ടാകുമല്ലോ. അല്ലാതെ വെറുതെ പെരുപ്പിച്ച കണക്കുകൾ എസ്റ്റിമേറ്റ് കൊടുത്തിട്ട് എന്താണ് പ്രയോജനം ഉണ്ടാവുക? ഒരു കാര്യം സംസ്ഥാന സർക്കാർ മനസ്സിലാക്കേണ്ടതുണ്ട്. പഴയ കോൺഗ്രസ് ഗവൺമെൻറ്റൊന്നും അല്ല അവിടെ ഇരിക്കുന്നത്. ഡൽഹിയിലെ എന്തെങ്കിലും കൊടുക്കാതിരിക്കാൻ പറ്റുമോ എന്നാണ് അവർ നോക്കുന്നത്. അപ്പോൾ ഇത്തരത്തിലുള്ള വിശ്വസിക്കാൻ പറ്റാത്ത കണക്കുമായിട്ട് ചെന്നാൽ അവരെന്താ നാളെ പറയാൻ പോകുന്നത്? ഓ, പിണറായിയുടെ ഗവൺമെൻറ് കുറേ കള്ളക്കണക്കുമായിട്ട് വന്നു, ഞങ്ങളവരെ ഓടിച്ചു വിട്ടു എന്നായിരിക്കും അവർ പറയുക. ഇങ്ങനെയല്ല ഇത്തരം കാര്യങ്ങൾ ചെയ്യേണ്ടത്. ഇത് ആര് തയ്യാറാക്കിയ കണക്കാണ് എന്ന് നമുക്ക് അത്ഭുതത്തോടുകൂടി മാത്രമേ ഓർക്കാൻ പറ്റുന്നുള്ളൂ. ഇത് പാർട്ടി പ്രവർത്തനത്തിൻ്റെ ഭാഗമല്ലെന്ന് ആദ്യം മനസ്സിലാക്കണം.
എറണാകുളത്തൊരു SFI ചെറുപ്പക്കാരൻ അയാൾ കുത്തേറ്റ് മരിച്ചപ്പോൾ പെട്ടെന്ന് വലിയ തോതിൽ പിരിവ് നടത്തി 3-3.5 കോടി രൂപ പിരിച്ചു. അവസാനം 5-10 ലക്ഷത്തിൻ്റെ ഒരു വീട് വെച്ച് കൊടുത്തിട്ട് ബാക്കി പാർട്ടി ഫണ്ടിലേക്ക് മുതൽ കൂട്ടി. അത് ഇത്തരം കാര്യങ്ങളിൽ നടക്കുന്ന കാര്യമല്ലെന്ന് ഈ സംസ്ഥാനത്തെ നയിക്കുന്നവരല്ലെങ്കിൽ അവർക്ക് വേണ്ടി കണക്കുകളൊക്കെ തയ്യാറാക്കുന്ന ആളുകൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഈ കണക്കിനെ പറ്റി ഏറ്റവും വലിയ ആക്ഷേപവുമായി വന്നിട്ടുള്ളത്, അല്ലെങ്കിൽ ചെലവുകൾ പെരുപ്പിച്ചു കാണിച്ചു, പണം തട്ടാൻ ശ്രമിച്ചു എന്നൊക്കെ പറഞ്ഞ് രംഗത്ത് വന്നിട്ടുള്ള ഒരു കക്ഷി BJP-യാണ്. അവർക്കതിന് എന്ത് ന്യായം, എന്ത് അവകാശമാണുള്ളത്? ഈ ദുരന്തമുണ്ടായി 10 ദിവസം കഴിഞ്ഞിട്ടാണ് നമ്മുടെ പ്രധാനമന്ത്രി വയനാട്ടിലേക്ക് വന്നത് തന്നെ. അപ്പോഴേക്കും ഈ ദുരിതാശ്വാസ പ്രവർത്തനങ്ങളുടെ ആദ്യഘട്ടം പൂർത്തിയായി കഴിഞ്ഞിരുന്നു. അദ്ദേഹം കൽപ്പറ്റയിൽ ഒരു അവലോകന യോഗത്തിൽ പറഞ്ഞു, സമാനതകളില്ലാത്തൊരു ദുരന്തമാണ് ഉണ്ടായിരിക്കുന്നത്, ഒരു സാധാരണ ദുരന്തമല്ല. ഇവിടുത്തെ പുനർനിർമ്മാണത്തിന് അല്ലെങ്കിൽ ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾക്ക് പണം ഒരിക്കലും ഒരു തടസ്സമുണ്ടാവില്ല, കേന്ദ്രം നൽകേണ്ടത് നൽകിയിരിക്കും എന്ന് പറഞ്ഞു. അദ്ദേഹം വന്നു പോയിട്ട് 38 ദിവസം കഴിഞ്ഞു. ഇതുവരെ 5-ൻ്റെ കാശ് കേന്ദ്രത്തിൽ നിന്ന് കിട്ടിയിട്ടില്ല, അല്ലെങ്കിൽ എന്തെങ്കിലും തരുമെന്നൊരു പ്രസ്താവനയോ പ്രഖ്യാപനമോ പോലും ഉണ്ടായിട്ടില്ല. ഇതിനൊക്കെ മുമ്പിൽ നിൽക്കുന്ന ഒരാളാണ് നമ്മുടെ സുരേഷ് ഗോപി, കേന്ദ്രമന്ത്രിയാണ്. അദ്ദേഹത്തോട് ഇന്നലെ പത്രലേഖകർ ചോദിച്ചു, പ്രധാനമന്ത്രി വന്നു പോയിട്ടൊന്നും കിട്ടിയില്ലല്ലോ, എന്തെങ്കിലും തരുമോ? അപ്പോൾ അദ്ദേഹം പറഞ്ഞെന്താ അറിയോ, നിങ്ങൾ പോയി നിങ്ങളുടെ മുഖ്യമന്ത്രിയോട് ചോദിക്ക്, അദ്ദേഹത്തിന് കാര്യങ്ങൾ അറിയാമെന്ന്. കേരളത്തിന് വേണ്ടി കേന്ദ്രത്തിൽ വാദിച്ച് സഹായം നേടിത്തരേണ്ട ഒരാളാണ്. അദ്ദേഹം പറഞ്ഞതാണ് പോയി മുഖ്യമന്ത്രിയോട് ചോദിക്കാൻ. വാസ്തവത്തിൽ കേന്ദ്ര സർക്കാർ കാട്ടുന്നത് ഒരു വലിയ ക്രൂരതയാണ്. ഈ കേരളമെന്ന് പറയുന്ന സംസ്ഥാനം ഇന്ത്യയുടെ ഭാഗമാണെന്ന് പോലും അവർ മനസ്സിലാക്കുന്നില്ല എന്നാണ് തോന്നുന്നത്. പ്രധാനമന്ത്രി തന്നെ ഒരു വലിയ ദുരന്തമെന്ന് പറഞ്ഞതാണ്. എന്നിട്ട് ഇതേവരെ ഒരു നയാ പൈസ കേരളത്തിന് തന്നിട്ടില്ല എന്ന് പറയുമ്പോൾ വാസ്തവത്തിൽ എന്താണ് ഇവിടെ നടക്കുന്നത്? കേരളത്തിലെ ജനങ്ങളെ എങ്ങനെയാണ് മോഡി സർക്കാർ കണ്ടിരിക്കുന്നത്? ഇവിടെ ദുരിതാശ്വാസ പ്രവർത്തനത്തിന് കേന്ദ്രത്തിൻ്റെ സഹായം വേണ്ടതല്ലേ? ഇത്തരം സന്ദർഭങ്ങളിൽ ചെലവാകുന്ന തുകയുടെ 75% കേന്ദ്രം നൽകേണ്ടതാണ്. സത്യത്തിൽ ഇത് ആ ദുരന്തമുണ്ടായ ആദ്യ ദിവസങ്ങളിൽ തന്നെ ഒരു തുടക്കമെന്ന നിലയിൽ ഒരു തുക അനുവദിക്കേണ്ടതായിരുന്നു. അതിന് തയ്യാറായില്ല. പിന്നീട് അദ്ദേഹം വന്നിട്ട് പറഞ്ഞു പണത്തിൻ്റെ ലഭ്യത ഒരു പ്രശ്നമാവില്ലെന്ന്. പക്ഷേ ഇപ്പോഴും നമ്മൾ കാത്തിരിക്കുക, കേന്ദ്രം കനിയുന്നത് കാത്ത്. കേന്ദ്രം എന്തെങ്കിലും 10 പൈസ തരുമോ എന്ന് പ്രതീക്ഷിച്ച് ഇരിക്കുകയാണ്. BJP-ക്ക് ഇതൊന്നും ശ്രദ്ധിക്കാൻ നേരമില്ലല്ലോ. അപ്പോൾ ഇപ്പം അവരുടെ പ്രധാനപ്പെട്ട അജണ്ട എന്ന് പറയുന്നത് എങ്ങനെ രാഹുൽ ഗാന്ധിയെ 10 ചീത്ത പറയാം, അധിക്ഷേപിക്കാം, എങ്ങനെ ഇകഴ്ത്തിക്കാട്ടാം എന്നുള്ളതാണ്. ഗവൺമെൻറ്റിലെ ഒരു പ്രധാനപ്പെട്ട മന്ത്രി പറഞ്ഞത്, ഇദ്ദേഹം അമേരിക്കയിൽ നടത്തിയ ചില പ്രസ്താവനകളുടെ പേരിൽ രാജ്യദ്രോഹ കുറ്റത്തിന് കേസെടുത്ത് ജയിലിലിടണമെന്നാണ്. വേറൊരുത്തൻ പറഞ്ഞു രാഹുൽ ഗാന്ധിയെ ഇല്ലാതാക്കണം, വധിക്കണം. മറ്റൊരു മഹാൻ ഇന്നലെ പറഞ്ഞിരിക്കുന്നു രാഹുൽ ഗാന്ധിയുടെ നാവരിയണം. അവരിതിലൊക്കെ ഇങ്ങനെ ശ്രദ്ധിച്ച് അഭിരമിച്ച് നടക്കുകയാണ്. കേരളത്തിൻ്റെ കാര്യങ്ങൾ നോക്കാൻ ഇവർക്കാർക്കും സമയമില്ല. പക്ഷേ പുതുതായി ഉദ്ഘാടനം ചെയ്യുന്ന ഒരു തീവണ്ടിയുടെ പേര് അവസാന നിമിഷം മാറ്റാൻ വരെ അവർ അതീവ ജാഗ്രത കാട്ടുന്നുണ്ട്. ഗുജറാത്തിലെ ഭുജിൽ നിന്ന് അഹമ്മദാബാദിലേക്ക് ഓടുന്ന ഒരു വണ്ടി, ഒരു മെട്രോ വണ്ടി, വന്ദേ മെട്രോ എന്നാണ് അതിനാദ്യം പേരിട്ടിരുന്നത്. പക്ഷേ പെട്ടെന്നൊരു തോന്നലുണ്ടായി, നമോ ഭാരത് റാപ്പിഡ് റെയിൽ എന്ന് അതിൻ്റെ പേര് മാറ്റി. നമോ എന്ന് പറഞ്ഞാൽ നമുക്കറിയാമല്ലോ, നരേന്ദ്രമോദി. ഇത് അധികാരം ഉപയോഗിച്ച് എന്ത് ചെയ്തോളൂ സർ. പക്ഷെ ഒരു കാര്യം, ഈ തിരക്കിനൊക്കെ ഇടയ്ക്ക്, അതായത് ഈ റെയിലിൻ്റെ പേര് മാറ്റുന്ന തിരക്കിനിടയ്ക്ക് കേരളമെന്ന് പറയുന്ന ഒരു സംസ്ഥാനം തെക്കേ അറ്റത്തുണ്ടെന്നും അവിടെ ഒരു വലിയ ദുരന്തം സംഭവിച്ചുവെന്നും അതിന് എന്തെങ്കിലും സഹായം കേന്ദ്രം നൽകേണ്ടതാണെന്നും ചിന്തിക്കാൻ ഒരല്പസമയം വിനിയോഗിക്കണം.